ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അപ്പൊ ഗുരുദേവന്റെ ഈ വരികളിലൂടെ ഒരുപക്ഷെ നമ്മളെല്ലാം ആരാധിക്കുന്ന നമ്മുടെ സ്വന്തം ഗന്ധർവ ഗായകൻ ഡോക്ടർ കെ ജെ യേശുദാസ് ആദ്യമായി സിനിമയ്ക്ക് വേണ്ടി പാടിയ ഈ 4 വരികളിൽ തുടങ്ങാം എന്ന് കരുതി ഇന്നത്തെ മോർണിംഗ് വാക്ക്. അപ്പോൾ നമ്മുടെ കേരളത്തെക്കുറിച്ചുള്ള ഒരു പൊതു ചിത്രമാണ് ഈ 4 വരികളിലുള്ളത്, അല്ലേ? എല്ലാ രീതിയിലുള്ള ആൾക്കാരും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഒരുപോലെ ഒറ്റ സഹോദരന്മാരായി കഴിയുന്ന ഒരു നല്ല നാട്. അതിന് കോട്ടമുണ്ടാക്കുന്ന ഒരുപാട് വാർത്തകളുണ്ടെങ്കിലും പക്ഷേ നമ്മുടെ ഒരു ഹാർമണി, നമ്മുടെ ആ ഒരു ചിന്ത, അതെല്ലാം ഇനിയും ഒരുപാട് നാളുകൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതൊരു സന്ദേശം കൂടിയാണ്. കാരണം നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ വ്യക്തികളെയും ഒരേപോലെ കാണുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവരെ മാത്രം പ്രീണിപ്പിക്കുകയും ഇഷ്ടമില്ലാത്തവരോട് ദേഷ്യമാകുകയും ചെയ്യാൻ അത് ഒരു ഭേദവുമില്ല. ജാതി, മത, സാമ്പത്തിക, സാമൂഹിക വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുക. പിന്നെ ഇന്ന് ഫെബ്രുവരി 27 അല്ലേ? അപ്പോൾ ഇന്ന് ഫെബ്രുവരി 27 ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ദേശീയ പ്രോട്ടീൻ ദിനമാണ്. നമുക്കറിയാം നമ്മുടെ പേശികൾ അല്ലെങ്കിൽ മസിലുകളൊക്കെ നന്നായി വളരാനും ഒക്കെ സഹായിക്കുന്നതാണ് പ്രോട്ടീൻ. അപ്പോൾ സസ്യാഹാരത്തിൽ നിന്നും മാംസാഹാരത്തിൽ നിന്നും ഒക്കെ നമുക്ക് പ്രോട്ടീൻ ലഭിക്കും. പ്രോട്ടീൻ സംബന്ധമായ അത് വികസിപ്പിക്കാനുള്ള ഗവേഷണങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദിവസമാണ് ഫെബ്രുവരി. മാത്രമല്ല ആരോഗ്യചിന്ത കൂടുതലുള്ള നമുക്ക്, അതായത് നമ്മുടെ പ്രേക്ഷകർക്ക്, മോർണിംഗ് വാക്കിന്റെ സ്ഥിരം പ്രേക്ഷകർക്കൊക്കെ ഈ ദിനം ശരിക്കും ഈ നല്ല രീതിയിൽ ആചരിക്കണം. കാരണം വെച്ചാൽ നമ്മുടെ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന്റെ ഒരു ഘടകം കൂടിയാണ്, അല്ലേ? അപ്പോ നല്ല കരുത്തരായിരിക്കാൻ, അതെ, കരുത്തോടെ ഇരിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്, മാംസ്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകമുള്ള ദിവസമാണ് ഇന്ന്. ഈ മലയാള മാസത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് കൊല്ലവർഷം 1200 കുംഭം 15 അപ്പോൾ ആ വേനൽ ചൂടിന്റെ ആ ഒരു കാഠിന്യമൊക്കെ ഏറി വരുന്ന സമയം കൂടിയാണ്. ഒരു രക്ഷയില്ല. രാത്രി ഒന്ന് പകലാകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് വരുന്നതാണ്. പല സ്ഥലങ്ങളിലും നമുക്ക് വരുന്ന റിപ്പോർട്ടുകൾ. അത്രമാത്രം ചൂടാണ് രാത്രിയും പകലും ഒക്കെ. 2 മുതൽ 4 ഡിഗ്രി വരെ ചൂടിങ്ങനെ ഈ ദിവസങ്ങളിൽ കൂടി വരും എന്നും പറയുന്നു. പക്ഷെ അതിനിടയിൽ വേനൽ മഴ ആശ്വാസമായി എത്തുന്നു എന്ന വാർത്ത കൂടിയാണ്. അങ്ങനെ ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും പങ്കുവെക്കാറുണ്ട്. അപ്പം മോർണിംഗ് വാക്കിന് നിങ്ങൾ റെഡിയാണെങ്കിൽ നമ്മൾ റെഡിയാണ്. ഇന്നുള്ളത് ചോറ്റാനിക്കരയ്ക്ക് അടുത്താണ്. അവിടെ ആ ഗ്രാമപഞ്ചായത്തിലെ കെ കരുണാകരൻ റോഡിനടുത്തുള്ള ഒരു വാക്ക്വേയിലാണ് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് വാക്ക്. അപ്പോൾ റെഡിയല്ലേ? യെസ്. അപ്പോൾ അതൊക്കെയാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ഇപ്പോൾ നടന്നു തുടങ്ങുകയല്ലേ? ഇപ്പൊ മോർണിംഗ് വാക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്ര പ്രേക്ഷകർ അവിടെ മോർണിംഗ് വാക്കും ഒക്കെ ജോഗിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്നും പറയുന്നത് പോലെ നിങ്ങളുടെ വിശേഷങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പോരട്ടെ. ഒപ്പം വിഷസ് അറിയിക്കാനുള്ളവരുടെ പേര് വിവരങ്ങൾ കൂടി കമന്റ് ബോക്സിൽ കുറിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബർത്ത്ഡേ വിഷ് ഉണ്ടാവും. ഇനി മനോഹരമായ കാഴ്ചകളിലേക്കൊക്കെ പോകണമെങ്കിൽ നേരം കുറച്ചുകൂടെ പുലരേണ്ടിയിരിക്കുന്നു. അതെ, ഈ വാക്ക് വേക്ക് അപ്പുറത്ത് പാടമാണ്. അപ്പൊ അതിന്റെ ആ പച്ചപ്പും ഹരിതാഭയും മനോഹാരിതയൊക്കെ കാണിക്കണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് ആദ്യ വാർത്തയിലേക്ക് പോകാൻ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം നമ്മൾ രാവിലെ തന്നെ നല്ല വാർത്ത പറയണം എന്ന് ആഗ്രഹിക്കുമ്പോഴും നല്ല വാർത്തയല്ല വരുന്നത്. തൃശ്ശൂരിൽ സുഹൃത്ത് പിടിച്ചു തള്ളിയ കായികാധ്യാപകൻ മരിച്ചു. പൂങ്കുന്നം ഹരിശ്രീ സ്കൂൾ അധ്യാപകൻ അനിലാണ് മരിച്ചത്. ഈ സുഹൃത്ത് ചൂലിശ്ശേരി സ്വദേശി രാജുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, നമ്മുടെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് ആദ്യം അവിടെ ഒന്നും പങ്കുവെക്കാനുള്ളത്. ഒരു സുഹൃത്ത് പിടിച്ചു തള്ളിയതിൽ ഒരു കായിക അധ്യാപകൻ വീണ് മരിച്ചു എന്നൊരു വാർത്തയാണ്. എന്താണ് ഇങ്ങനെ ഒരു മരണത്തിലേക്കൊക്കെ പോകാൻ മാത്രമുള്ള അത്രമാത്രം ഒരു ശക്തിയേറിയ ഒരു തള്ളലായിരുന്നു? ഇതെന്താണ് അവിടെ സംഭവിച്ചത്? ഇവർ തമ്മിൽ സംഘർഷമോ അല്ലെങ്കിൽ അങ്ങനെ അടിപിടിയോ ഒക്കെ ഉണ്ടായി എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രജിൻ, ഇന്നലെ രാത്രി 11:30 സംഭവം. ഇരുവരും ഈ റീജിയണൽ തിയേറ്ററിന് സമീപത്തെ KTDC ബാറിലെത്തി മദ്യപിച്ചതിന് ശേഷം ഇറ്റ്ഫോക്ക് നടക്കുന്ന റീജിയണൽ തിയേറ്ററിന്റെ കോമ്പൗണ്ടിൽ എത്തുകയും അവിടെ വെച്ച് വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ ഈ പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിലെ അധ്യാപകനായിട്ടുള്ള അനിലിനെ സുഹൃത്ത് രാജരാജൻ ഈ പിടിച്ചു തള്ളുകയായിരുന്നു. മുഖമിടിച്ചാണ് ഈ വീണതെന്ന് പറയുന്നു. പിന്നീട് അവിടെ നിന്ന് ഈ അനിലിനെ സമീപത്തെ അശ്വിനി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് ഈ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. സുഹൃത്തിനെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മുഖം നിലത്തിടിച്ച് വീണതാകാം ഈ മരണത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മാത്രമാണ് ഈ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം ഈ വീഴ്ച മാത്രമായിരിക്കുമോ മരണകാരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും
ഹൃദയസ്തംഭനമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന അടക്കമുള്ള സംശയങ്ങളും പോലീസിനുണ്ട്. എന്തായാലും സുഹൃത്ത് പിടിച്ചു തള്ളുന്നു. ആ സമയം അനിൽ മുഖമിടിച്ച് താഴെ വീഴുന്നു. അതിനുശേഷമാണ് ഈ അശ്വിനി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ആള് കുഴഞ്ഞു വീണിരുന്നു എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളടക്കം വ്യക്തമാക്കുന്നത്. അങ്ങനെ പിന്നീട് അശ്വിനിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും മരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് പോലീസിനടക്കം ഇന്റിമേഷൻ ലഭിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുഹൃത്ത് രാജരാജനെ നിലവിൽ തൃശൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നേരം പുലർന്നതിന് ശേഷം നടക്കുകയും ചെയ്യും. സുരേഷ് കണ്ടോ, ഇതിൽ ഏത് വാർത്തയാണെങ്കിലും അതിൽ ലഹരി, ഈ പറയുന്നത് പോലെ മദ്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരിയോ ഡ്രഗ്സോ ഈ കാര്യങ്ങളൊക്കെ അതിലൊരു പാർട്ടാണ് എന്നുള്ളതാണ്. എന്ത് ഒരു രക്ഷയില്ല. കാരണം ഓരോ ദിവസവും ഈ രീതിയിലുള്ള ഒരു മരണം അല്ലെങ്കിൽ ഒരു അടിപിടി, അതിലൊരു മരണം സംഭവിക്കുന്നു, ഒരു കൊലപാതകം സംഭവിക്കുന്നു, അതിൽ അന്വേഷിച്ചു വരുമ്പോഴത്തേക്കും മദ്യപിച്ചിരുന്നു അല്ലെങ്കിൽ ഡ്രഗ്സ് ആയിരുന്നു എന്നൊക്കെയാണ്. ലഹരി എന്ന് പറയുന്നത് വിഷമാണ്. അത് നമ്മുടെ മസ്തിഷ്കത്തെ നെഗറ്റീവായി ബാധിക്കുന്നു. നമ്മൾ ബോധമില്ലാത്തവരായി മാറുന്നു. നമുക്ക് ചിന്താശേഷി നഷ്ടപ്പെടുന്നു. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന അച്ഛനോ അമ്മയോ സഹോദരനോ സഹോദരിയോ ഒന്നും അവരല്ലാതായി മാറുന്നു. ആരാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ബോധം നഷ്ടപ്പെടും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ എന്നാലും ഇങ്ങനെ ഓരോ അക്രമ സംഭവങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ആകുലപ്പെടുകയാണ്, നമ്മൾ ആശങ്കപ്പെടുകയാണ്. അധികൃതരുടെ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ഒരു പുതിയ രീതിയിലുള്ള ഒരു ഇടപെടലാണ് വേണ്ടത്. നിലവിലെ ഇടപെടൽ ഫലപ്രാപ്തിയിൽ വരുന്നില്ല എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഇത്രമാത്രം ബോധവൽക്കരണമൊക്കെ നടത്തിയിട്ടും അത് ഫലപ്രാപ്തിയിൽ വരുന്നെങ്കിൽ മാറി ചിന്തിക്കണം. അപ്പോൾ ദർ ഷുഡ് ബി അനദർ വേ അല്ലേ? അതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ നമ്മുടെ അധികൃതർ. സ്വയം ഒരു ബോധ്യവും കൂടെ വേണം. കാരണം നമ്മൾ ഈ പറയുന്ന ഡി അഡിക്ഷൻ സെന്ററുകളിലൊക്കെ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് സ്വയം അത് മാറണം എന്ന് താല്പര്യമുള്ളവരെ മാറ്റാനായി എളുപ്പമാണ്. കാരണം വലിയ തോതിൽ ഇത്തരം ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ളവരെ. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ വാർത്തയിലേക്ക് പോവാം. ഇന്ന് ഒരു പ്രതിഷേധത്തിന്റെ ദിനം കൂടിയാണ്. ഈ കടൽ മണൽ ഖനനത്തിനെതിരെയുള്ള പ്രതിഷേധം അത് കടുപ്പിക്കുകയാണ് ഈ തീരദേശവാസികൾ. അതിന് കൂടുതൽ പിന്തുണ ഏറി വരുന്നുണ്ട്. ഇന്ന് തീരദേശ ഹർത്താലാണ്. ഹർത്താൽ തുടങ്ങി എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 6 മണി മുതലാണ് ഹർത്താൽ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്കറിയണം അല്ലേ? അതെ, വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നത് അരുൺ രാജാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. UDF-ഉം LDF-ഉം മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹാർബറുകളൊക്കെ ഇന്ന് അടഞ്ഞു കിടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. എന്തായാലും കൊല്ലത്തിന്റെ ചാവക്കാട്, പൊന്നാനി, അതേപോലെ തന്നെ വർക്കല മുതൽ അമ്പലപ്പുഴ വരെയുള്ള കേരളത്തിന്റെ തീരപ്രദേശത്ത് കടൽ മണൽ ഖനനം ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെയാണ് ഇന്ന് തീരദേശ മേഖലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. മത്സ്യത്തൊഴിലാളികളുടെ കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട ആഹ്വാനം നടത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ സമരം ആരംഭിച്ചിട്ടുണ്ട്, തീരദേശ ഹർത്താൽ ആരംഭിച്ചിട്ടുണ്ട്. മത്സ്യബന്ധന മേഖല പൂർണ്ണമായും നിശ്ചലാവസ്ഥയിലേക്ക് ഇതോടെ തന്നെ മാറിയിട്ടുണ്ട്. പല മേഖലയിലും കൊല്ലത്ത് സ്ഥിതി എന്ന് പറയുന്നത് മത്സ്യബന്ധനത്തിന് യാനങ്ങൾ ഇതുവരെ കടലിലേക്ക് പോയിട്ടില്ല, ഇനി പോവുകയുമില്ല. രാത്രി 12 മണി വരെ ഇതേ രീതിയിൽ സമരം തുടരും എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നത്. മത്സ്യബന്ധനത്തെ സ്വാധീനിക്കുന്ന പീലിംഗ് അടക്കമുള്ള മേഖലയും സമാന രീതിയിൽ തന്നെ ഈ നിശ്ചലാവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ മത്സ്യ മാർക്കറ്റുകൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കും. അങ്ങനെ ശക്തമായ ഒരു പ്രതിഷേധം കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ കൊണ്ടുവരിക എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ധീവരസഭയും ലത്തീൻ സഭയും അതുപോലെ തന്നെ CP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ, UDF അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളടക്കം UDF-ന്റെ നേതൃത്വമുള്ള എല്ലാ സംഘടനകളും ഇക്കാര്യത്തിൽ എല്ലാ പിന്തുണയും ഇതിനോടകം തന്നെ ഈ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട്. തീരദേശ ഹർത്താലിനോട് പരിപൂർണമായ യോജിപ്പാണ് അവർ തന്നെ മുന്നോട്ട് വെക്കുന്നത്. 85 കിലോമീറ്ററാണ് അമ്പലപ്പുഴ മുതൽ വർക്കല വരെയുള്ള ഈ തീരദേശ മേഖലയിൽ ഖനനം ചെയ്യാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. അതിന്റെ ആദ്യ പാർട്ടായി കൊല്ലത്തിന്റെ 3 ഭാഗങ്ങൾ, അത് കൊല്ലത്തെ സംബന്ധിച്ച് മത്സ്യബന്ധനത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന, കേരളത്തിന്റെ മത്സ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായി മാറുന്ന കൊല്ലം പരപ്പാണ് കടൽ മണൽ ഖനനത്തിന്റെ ആദ്യ കേന്ദ്രം. അതുകൊണ്ട് തന്നെ വലിയ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്ന ഇതിൽ കേന്ദ്ര സർക്കാരിനെ ഇതിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ ഇന്ന് ചെയ്യുന്നത്. എന്തായാലും അതിന്റെ ആദ്യ സൂചനയായിട്ടാണ് തീരദേശ ഹർത്താൽ ഇന്നിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. മത്സ്യബന്ധന മേഖല പൂർണ്ണമായും നിശ്ചലാവസ്ഥയിൽ തന്നെയാണ്. അരുൺരാജാണ് കൊല്ലത്തുനിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ആ രീതിയിൽ ഹർത്താൽ തുടങ്ങിയിട്ടുണ്ട്. പൂർണ്ണമായും ഈ തീരമേഖലയാകെ നിശ്ചലാവസ്ഥയിലാണെന്നാണ്. അതിപ്പോൾ ആ ഒരു പ്രതിഷേധത്തിന്റെ ആ സ്വരം അത് കടുക്കുന്നുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാർ അതിൽ നിന്ന് പിന്നോട്ട് പോകണം എന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇനി നമ്മൾ കൊല്ലത്ത് നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് പോയി കഴിഞ്ഞാൽ വെഞ്ഞാറമൂട് നമ്മുടെ മനുഷ്യ മനസാക്ഷിയൊക്കെ ഞെട്ടിച്ച കൊലപാതകവുമായി ബന്ധപ്പെട്ട
പുതിയ വിവരങ്ങൾ വരുന്നുണ്ട്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പോലീസിന് ഇന്ന് നിർണായകമായ ഒരു ദിവസമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പ്രതി അഫാന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തിയാൽ തുടർ നടപടി സ്വീകരിക്കാം. അതേസമയം ഗുരുതരമായി പരിക്കേറ്റ് ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ മാതാവ് ഷെമിയുടെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തിയേക്കും. അജീഷ് ജയകുമാറാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചെയ്യുന്നത്. അജീഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് നിർണായക ദിനം എന്ന് പറയാൻ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അഫാനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, ആ നീക്കങ്ങളുണ്ട്. മജിസ്ട്രേറ്റ് ആശുപത്രിയിലേക്ക് എത്തേണ്ടതുണ്ട്. രണ്ട്, ഈ ഷെമി എന്ന് പറയുന്ന അഫാന്റെ മാതാവ് ചികിത്സയിൽ കഴിയാണ്. അവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്ന വാർത്ത ഇന്നലെ തന്നെ അറിഞ്ഞതാണ്. അപ്പോൾ അവരെന്ത് മൊഴി നൽകുന്നു, അപ്പോഴാണ് ഒരു യഥാർത്ഥ ചിത്രം നമുക്ക് കിട്ടുക, എന്താണ് ആ വീട്ടിനകത്ത് നടന്നത് എന്നുള്ള കാര്യങ്ങൾ. പക്ഷേ ചില സൂചനകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇവർ മക്കളെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അവർക്ക് വലിയ ധാരണയില്ല. അപ്പോൾ ഈ റിയാലിറ്റിയൊക്കെ ഇനി എങ്ങനെയാണ്, ആരാണ് പറഞ്ഞു കൊടുക്കുക എന്നൊക്കെയുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ എന്താണ് ഇന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട അജീഷ്? പ്രജിൻ, ക്രിസ്റ്റീന, എന്തായാലും ഈ കൊലപാതകം ആര് ചെയ്തു എന്നുള്ളത് വ്യക്തമാണ്. എന്തിനു ചെയ്തു എന്നുള്ളതിൻ്റെ ഏതാണ്ട് ഒരു ചിത്രം മാത്രമാണ് നിലവിൽ നമ്മുടെ മുന്നിലുള്ളത്. ഇനി രണ്ടുപേരുടെയും മൊഴി അത് നിർണായകമാണ് പോലീസിന്. കാരണം ഈ അഫാൻ കഴിഞ്ഞ ആദ്യ ദിവസം, ഈ കൊലപാതകം നടന്ന ദിവസം സ്റ്റേഷനിൽ കീഴടങ്ങിയ സമയത്ത് ഒരു പ്രാഥമിക കാരണം പറഞ്ഞിരുന്നുവെങ്കിലും അത് അവ്യക്തതകൾ ഉണ്ടായിരുന്നു അക്കാര്യത്തിൽ. പിന്നീട് അഫാൻ എലിവിഷം കഴിച്ച് ആശുപത്രിയിലായി. പോലീസിന് വിശദമായി ചോദ്യം ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെയായിരുന്നു ഷെമിയുടെയും അവസ്ഥ. ഷെമിയുടെ അവസ്ഥ ആദ്യം ഗുരുതരമായിരുന്നു. പിന്നീട് ഷെമി മെച്ചപ്പെട്ട് വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ പറഞ്ഞു ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ടെന്ന്. ഇന്ന് ഈ ഡോക്ടർമാരുടെ കൂടി ഒരു വിലയിരുത്തൽ, അവരുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഷെമിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുക. ഇന്ന് തന്നെ രേഖപ്പെടുത്തിയേക്കും എന്നൊരു വിവരമാണ് ഉള്ളത്. അപ്പോൾ തന്നെയാണ് ഈ അഫാന്റെയും ചോദ്യം ചെയ്യൽ, അത് അഫാന്റെ അറസ്റ്റും ഇതേപോലെ ഡോക്ടർമാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് ഉണ്ടാവുക. അഫാൻ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്ന് ഡോക്ടർമാർ അറിയിക്കുകയാണെങ്കിൽ മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തിയായിരിക്കും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. അവിടെ വെച്ച് തന്നെ ഒരു പ്രാഥമിക ചോദ്യം ചെയ്യൽ നടക്കും. ഒരു പ്രാഥമിക ചിത്രം മാത്രമാണ് നിലവിൽ പോലീസിന്റെ കയ്യിലുള്ളത്. അതിൽ പറയുന്നത് സാമ്പത്തിക ബാധ്യതയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ്. കാരണം ഈ അഫാന്റെ പിതാവിന് വലിയ കടബാധ്യതയുണ്ട്. ആ കടബാധ്യത തീർക്കാൻ ഈ 23-കാരനായ അഫാനും ഷെമിയും ഒരുപാട് പണം പലരിൽ നിന്നായി വാങ്ങിയിരുന്നു. ഈ കടം തീർക്കാൻ പലതവണയായി ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല. അതിനെ തുടർന്നാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. സാമ്പത്തിക, അതായത് പണം തരാത്തതിൻ്റെ ഒരു വൈരാഗ്യത്തിലാണ് മുത്തശ്ശിയും അപ്പോൾ തന്നെ പിതൃ സഹോദരനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കൊലപ്പെടുത്തിയത്. അമ്മയെയും അതേപോലെ തന്നെ പെൺസുഹൃത്തിനെയും അനിയനെയും വളരെ ഇഷ്ടമായിരുന്നു. താൻ ഇല്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കുമെന്നുള്ളൊരു ആദി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെയും കൊലപ്പെടുത്തിയതെന്നൊരു പ്രാഥമിക മൊഴിയാണ്, പ്രാഥമികമായിട്ടുള്ളൊരു ചിത്രമാണ് നിലവിൽ ഈ അഫാൻ പോലീസിന് നൽകിയിട്ടുള്ളത്. പക്ഷേ പോലീസിന് അത് പോരാ. പോലീസിന് പൂർണ്ണമായിട്ടൊരു വ്യക്തത വരണം. അതുകൊണ്ട് തന്നെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും, പരമാവധി തെളിവുകളൊക്കെ ശേഖരിക്കും. കഴിഞ്ഞ ദിവസം 2 CCTV ദൃശ്യങ്ങൾ, നിർണായകമായ 2 CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു. ഒന്ന്, അഫാന്റെ പെൺ സുഹൃത്ത് ഫർസാന ഈ വീട്ടിൽ നിന്ന് നടന്നു വരുന്ന ഒരു ദൃശ്യങ്ങളായിരുന്നു. ഒപ്പം തന്നെ ഈ അഫാന്റെ അനിയൻ അഫ്സാൻ ഈ ഹോട്ടലിൽ ഭക്ഷണം വാങ്ങാൻ എത്തുന്നു. അവിടെ ഏതാണ്ട് അരമണിക്കൂറോളം ചിലവഴിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. എന്തായാലും ഇതെല്ലാം ആസൂത്രിതമായിട്ടാണ് ഈ കൊലപാതകം നടത്തിയതിൻ്റെ തെളിവാണ്. ഇനി ഏതാണ്ട് ഏത് സമയത്തൊക്കെയാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയതിൻ്റെ ഒരു വിവരങ്ങൾ കൂടി ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഹജീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഹജീഷ് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പ്രതി ആരാണെന്നതിൽ വരെ സംശയങ്ങളൊന്നുമില്ല. പക്ഷേ ആ വീട്ടിനകത്ത് അന്ന് എന്ത് നടന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇതിന് തൊട്ട് മുൻപ് ഈ കുട്ടിയൊക്കെ പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നതും റെസ്റ്റോറൻറ്റിൽ പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ സമയത്ത് വീടിനകത്തുണ്ടായ വാക്കേറ്റമോ അല്ലെങ്കിൽ തർക്കമോ അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അപ്പോൾ അത് പറയേണ്ടത് ഒരു പക്ഷേ ഇപ്പോൾ ആരോഗ്യപൂർവ്വ സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്ന ഷെമിയാണ്, അഫാന്റെ മാതാവാണ് അല്ലെ. മാതാവിന്റെ മൊഴി ഈ കേസിൽ വളരെ നിർണായകവുമാണ്. അപ്പോൾ എന്താണ് കൃത്യമായി സംഭവിച്ചതെന്ന് ആദ്യം മാതാവിനെ മനസ്സിലാക്കണം എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രയാസകരമായ കാര്യം. ഇനി അടുത്ത വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് പോവാം. സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികൾ വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്നാണ് നടക്കുക. വൈകിട്ട് 3:30 സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് ഈ യോഗം നടക്കുക. കണ്ണൂർ ആറളം ഫാമിൽ വയോധികരായ ആദിവാസി ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് വൻ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് ഈ യോഗം വിളിച്ചത്.
വിവിധ വകുപ്പ് മന്ത്രിമാരും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ഇതുവരെ സ്വീകരിച്ച നടപടികൾ യോഗത്തിൽ അവലോകനം ചെയ്യും. അതേസമയം ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അപകടങ്ങൾ ചർച്ച ചെയ്യുന്നതിനും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് യോഗം. ആന എഴുന്നള്ളിപ്പിന് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്നത് ഉറപ്പാക്കാൻ വേണ്ട നടപടികൾക്കും യോഗം രൂപം നൽകും. ഇനി മറ്റൊരു വാർത്ത കൂടി ഉണ്ട്, അതും പെട്ടെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. സംസ്ഥാന കോൺഗ്രസിൽ, അത് രാഷ്ട്രീയ വാർത്തയാണ്, സംസ്ഥാന കോൺഗ്രസിൽ തർക്കങ്ങളും വിവാദങ്ങളും രൂക്ഷമാകുന്നു എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. എന്നാലും UDF നേതൃയോഗം ആ പശ്ചാത്തലത്തിൽ നിന്ന് ചേരുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഈ വിഷയങ്ങളെല്ലാം UDF യോഗത്തിൽ ചർച്ചയാകും. എറണാകുളം കളമശ്ശേരിയിൽ നേതൃയോഗം ഇന്ന് ചേരും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ, മലയോര ജാഥയുടെ അവലോകനവുമാണ് പ്രധാന അജണ്ട. തുടർ സമര പരിപാടികളും യോഗത്തിൽ തീരുമാനിക്കും. കോൺഗ്രസിനുള്ളിലെ വിവാദങ്ങളും ചർച്ച ചെയ്യും. കോൺഗ്രസിലെ തർക്കത്തിൽ മുന്നണിയിലെ മറ്റു പാർട്ടികൾക്കിടയിൽ കടുത്ത അമർഷമുണ്ട്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇക്കാര്യം ഉന്നയിക്കും. ഐക്യം നിലനിർത്താതെ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാനാവില്ല എന്നുള്ളതാണ് മറ്റു പാർട്ടികളുടെ നിലപാട്. KPCC അധ്യക്ഷനെ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടക്കുന്നതിനിടെയാണ് UDF യോഗം. മൊത്തത്തിൽ ഇന്ന് ജഗപുകയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പല വിഷയങ്ങളിലും ചർച്ചകളുണ്ടാവും. അപ്പോൾ ആ ചർച്ചകളിൽ പ്രത്യേകിച്ച് കൂടെ നിൽക്കുന്ന മറ്റു പാർട്ടികളുടെ എല്ലാ അഭിപ്രായം ഇവിടെ ഒരു ഐക്യമില്ല. അപ്പൊ യൂണിറ്റിയാണ് ആദ്യം വേണ്ടത് എന്നാണ്. അതെ, നമ്മുടെ കമന്റ് ബോക്സ് നമ്മുടെ പ്രേക്ഷകരെല്ലാം ഹാജരായിട്ടുണ്ടോ? നമ്മുടെ ബേബിച്ചൻ ജോസഫ് എന്ന് നമ്മുടെ പ്രേക്ഷകൻ ഗുഡ് മോർണിംഗ് പ്രജിൻ, ഞാൻ ക്രിസ്റ്റീന എന്ന് പറയുന്നു. ജോസഫ് മറ്റം, പ്രജിൻ, ക്രിസ്റ്റീന ഗുഡ് മോർണിംഗ്, എല്ലാവരും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. അപ്പൊ തിരിച്ച് എല്ലാ പ്രേക്ഷകർക്കും, പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരിച്ച് അങ്ങോട്ടും ഒരു ശുഭദിനം, നല്ല പ്രഭാതം ആശംസിക്കുകയാണ്. വസന്തകുമാരി, ഷാനിബ്, രഘുനന്ദനൻ, അതുപോലെ റഷീദ എ, നമ്മുടെ റീന സതീശൻ, നമ്മുടെ ദിലീപ് നമ്മുടെ കുറിച്ച് ദിവസത്തിന്റെ പ്രത്യേകത ഓർമ്മിപ്പിക്കുന്ന ആളാണ്. ഇന്ന് പറയുന്നു ഫെബ്രുവരി 27 മറാത്തി ഭാഷാ ദിനമാണ്, ലോക NGO ദിനമാണ്, അന്താരാഷ്ട്ര ധ്രുവക്കരടി ദിനമാണ് എന്നൊക്കെയുള്ള അധിക വിവരങ്ങളൊക്കെ ദിലീപ് PC പങ്കുവെക്കുന്നുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പോ ഈ നമ്മുടെ രഘുനന്ദൻ ചേട്ടൻ ചോദിക്കുന്നത് കൊല്ലത്ത് നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ കൊല്ലം ആശ്രാമം മൈതാനത്ത് നടത്തയിലാണ്. ഒരു ദിവസം കൊല്ലത്ത് വരാം. സീന മോഹൻ പറയുന്നു, കടലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഒരു ദിവസം ചെറായി ബീച്ചിൽ മോർണിംഗ് വാക്കിന് വരാൻ പറ്റുമോ? ഗേറ്റ് ഓഫ് ചെറായി എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അത് ആലോചിക്കാവുന്നതാണ് ചേച്ചി. അതെ, നമുക്ക് നമ്മുടെ സിംഗപ്പൂരിൽ നിന്ന് ആഷ, സീന മുഹമ്മദ്, മജീദ്, സക്കീർ ഹുസൈൻ, ബേബിച്ചൻ ജോസഫിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ അല്ലെ. അങ്ങനെ നമ്മുടെ എല്ലാ പ്രേക്ഷകരും, ഹിഷാൻ മൂസ, ഷമീം CM, ഇവരെല്ലാം നല്ല പ്രഭാതം ആശംസിക്കുന്നുണ്ട്. തിരികെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു നല്ല ദിനം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ രാവിലെ അറ്റൻഡൻസ് എടുത്തപ്പോൾ ഭൂരിപക്ഷം ആൾക്കാരും ഹാജരാണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇനി നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. അദ്ദേഹം നമ്മുടെ പൊളിറ്റിക്കൽ എഡിറ്റർ കൂടിയാണ്. വർഷങ്ങളായി ഇത്തരം വാർത്തകളൊക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് വളരെ കൃത്യമായി ആദ്യം തന്നെ നമുക്ക് ആ ബ്രേക്കിംഗ് ലഭിച്ചു. CPIMന്റെ നേതൃസമിതികളിൽ അംഗമായിരിക്കുന്നതിനുള്ള പ്രായപരിധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവ് തുടരും. കണ്ണൂർ പാർട്ടി കോൺഗ്രസ് പിണറായിക്ക് നൽകിയ ഇളവ് ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട്. അത് തുടരുമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 24 ഇന്നലെ വ്യക്തമാക്കി. പ്രായപരിധി മാനദണ്ഡത്തിൽ ഒഴിവാകുന്ന നേതാക്കളെ തുടർന്നും പാർട്ടിയുമായി സഹകരിപ്പിക്കും എന്നുകൂടി MV ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞിരുന്നു. 24 ബിഗ് എക്സ്ക്ലൂസീവ്. കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി 24 നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് MV ഗോവിന്ദൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. 75 വയസ്സ് പിന്നിട്ട പിണറായി വിജയന് പ്രായപരിധി മാനദണ്ഡത്തിൽ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് ഇളവ് നൽകിയതാണ്. ഇത്തവണ ഇളവ് നൽകുന്നത് സംസ്ഥാന സമ്മേളനം പരിഗണിക്കുമെന്ന ചോദ്യത്തിലാണ് MV ഗോവിന്ദന്റെ സ്ഥിരീകരണം. കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അദ്ദേഹത്തിന് ഇളവ് നൽകുമോ? അല്ല, ഇളവ് നൽകിയിട്ടുണ്ട്. ആ ഇളവ് ഇപ്പോഴും പ്രാബല്യത്തിലാണ്, നിലവിലുണ്ട്. അതുകൊണ്ട് അത് മാറ്റേണ്ട സാഹചര്യമില്ല. ഇല്ല. അല്ലെ, ഈ അദ്ദേഹത്തിന് അപ്പോൾ കുറച്ചാൾക്ക് കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് കുറച്ചാൾക്കൊന്നുമില്ല. കേരളത്തിലാകെ, ഇന്ത്യയിലാകെ ഒരാളുള്ളൂ, പിണറായി വിജയൻ. കേരളത്തിലെ പാർട്ടിയിൽ ഇന്ത്യയിലാകെ ഈ ഇളവ് ഇപ്പോൾ ഉള്ള ഒരാൾ മാത്രമേ ഉള്ളൂ, അത് സഖാവ് പിണറായിയാണ്. അതെന്താ കാരണം വെച്ചാൽ കേരളത്തിലെ ഇന്ന് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഭരണം നടത്തുന്ന ഒരേ ഒരു മുഖ്യമന്ത്രി സഖാവ് പിണറായിയാണ്. അപ്പോൾ പിണറായിയുടെ കൂടി ഭാഗമായിട്ട് പാർട്ടിയെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. പാർട്ടിയെ ചേർത്തുകൊണ്ടാണ് പാർട്ടിയും പിണറായി എല്ലാം ചേർന്നുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ള സമീപനം തന്നെയാണ് പാർട്ടി സംഘടന. പ്രായപരിധി മാനദണ്ഡത്തിൽ നേതൃസമിതികളിൽ നിന്ന് പുറത്തു പോകുന്നവർ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോകാതിരിക്കാൻ ആവശ്യമായ നടപടികൾ കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കും. ഞങ്ങളത് ഗൗരവപൂർവ്വമാണ് കാണുന്നത്. പാർട്ടിയുടെ സജീവമായ പ്രവർത്തനത്തിൽ നിന്ന് പ്രായപരിധിയുടെ ഭാഗമായിട്ട് ഒഴിവാക്കപ്പെടുന്നവരിൽ ചിലർ
നന്നായിട്ട് സംഘടനാ പ്രവർത്തനം നടത്താൻ ശേഷിയുള്ളവരായിട്ടുണ്ട്. അവരെ പാർട്ടിയുടെ സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് നിർത്തി അവരുടെ സേവനം എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം എന്ന് പാർട്ടി സെൻട്രൽ കമ്മിറ്റി കൂടി ആലോചിച്ച് തീരുമാനിക്കണം എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വയസ്സായി പ്രായമായി 75 എന്നുള്ളത് കൊണ്ട് അങ്ങോട്ട് ഒഴിവാക്കുക ഒഴിവാക്കുക എന്നുള്ള നിലപാടല്ല പാർട്ടി ഉദ്ദേശിക്കുന്നത്. എന്നാൽ ജി സുധാകരനോട് എന്തുകൊണ്ടാണ് ഈ സമീപനം സ്വീകരിക്കാനെന്ന ചോദ്യത്തിന് ഇതായിരുന്നു എം വി ഗോവിന്ദന്റെ മറുപടി. ജി സുധാകരനോടും ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാട് ഇത് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് ചില പരിഭവങ്ങളും പരിഭവമൊക്കെ ഉണ്ടാവും. പരിഭവം പൂർണ്ണമായിട്ടും ഇപ്പോൾ അവസാനിപ്പിക്കാൻ സാധിക്കുന്നതല്ലോ. ഓരോരാളുടെയും പ്രവർത്തന രീതിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. യെസ്, അപ്പോൾ എന്തായാലും പാർട്ടി സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം രാജ്യത്ത് തന്നെ ഈ പ്രായപരിധി മാനദണ്ഡത്തിൽ CPM-നകത്ത് ഈ ഇളവ് നൽകുന്ന ഒരേയൊരു നേതാവ് പിണറായി വിജയനാണ് എന്നാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ ഈ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് പുറത്തായ അല്ലെങ്കിൽ പുറത്തു പോവേണ്ടി വന്ന നേതാക്കൾക്ക് അതിൽ എന്ത് പറയാനുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു ചോദ്യം. ഇന്നലെ ആ രീതിയിൽ ഈ വാർത്ത ബ്രേക്ക് ചെയ്ത സമയത്ത് ജി സുധാകരനെ, മുതിർന്ന CPM നേതാവിനെ നമ്മൾ ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ആ സമയത്ത് അദ്ദേഹം നടത്തിയ ചില പ്രതികരണങ്ങൾ കൂടിയുണ്ട്. അതിൽ എന്താണെന്ന് മറുപ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നതുകൂടി ഇന്ന് ഈ ദിവസത്തെ രാഷ്ട്രീയ കൗതുകമാണ്. അതെ, ഈ പറഞ്ഞതുപോലെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ച് എല്ലാവരുടെയും പരാതികൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാവില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ പറയുന്നത് പോലെ ഈ നേതാക്കന്മാരെയൊക്കെ ചേർത്ത് പിടിക്കും എന്ന് പറയുമ്പോൾ പോലും അങ്ങനെ ചേർത്ത് പിടിക്കപ്പെടാൻ അവർക്ക് താല്പര്യമുണ്ടോ എന്നുള്ള കാര്യം കൂടെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. നമുക്കിനി അടുത്ത വാർത്തയിലേക്ക് പോവാം. എല്ലാവർക്കും പറയുന്നത് പോലെ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ആശാ വർക്കേഴ്സിന്റെ സമരം അതിപ്പോഴും തുടരുകയാണ്. അതിനു മുമ്പ് നമുക്ക് കൊല്ലത്തെ ഒരു വാർത്തയോട് പറയണ്ടേ. കൊല്ലം കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. CPI അംഗം ഫണ്ണി ബെഞ്ചമിനാണ് ഇടതുപക്ഷത്തിന്റെ മേയർ സ്ഥാനാർത്ഥി. നിലവിലെ സാഹചര്യത്തിൽ ഹണി ബെഞ്ചമിൻ തന്നെ മേയറാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ S. ജയന്റെ പേരും വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ S. ഗീതാകുമാരിയുടെ പേരിനുമാണ് മുൻഗണന. ഇക്കാര്യത്തിൽ ഇന്ന് CPI തീരുമാനം കൈക്കൊള്ളുന്നുണ്ട്. ഇന്ന് രാവിലെ 11 മണിക്കാണ് മേയർ, ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പ്. ഇനി ആശാ വർക്കേഴ്സിന്റെ ആ വാർത്തയിലേക്ക് വരാം അല്ലേ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊക്കെ ദിവസങ്ങളായി ഇങ്ങനെ തുടരുകയാണ്. അതിലൊരു സമവായത്തിനും ഇല്ല എന്ന് സർക്കാർ വാശി പിടിക്കുന്നുണ്ട്. അതെന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് ആശാ വർക്കേഴ്സ് ചോദിക്കുന്നു. പക്ഷേ മറുഭാഗത്ത് അവർക്ക് പിന്തുണ ഏറി വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഇന്നത്തെ അപ്ഡേറ്റ്? അപ്പോൾ 18ാം ദിവസത്തിലേക്ക് സമരം കടക്കുമ്പോൾ സമരത്തിനെതിരെ വീണ്ടും പോലീസ് നടപടി ഉണ്ടായെങ്കിലും സമരം ശക്തമാക്കാനാണ് തീരുമാനം. ഇന്ന് ആലപ്പുഴ, മലപ്പുറം എന്നീ ജില്ലകളിൽ ആശാ വർക്കേഴ്സ് കളക്ടറേറ്റ് മാർച്ച് കൂടി നടത്തുന്നുണ്ട്. നാളെ കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. മാർച്ച് 3-ന് സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ് നിയമസഭയിലേക്ക് മാർച്ച് നടത്തും. സമരത്തിന് ഐക്യദാർഢ്യവുമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. NHM പുറപ്പെടുവിച്ച വിവാദ സർക്യുലർ കത്തിച്ചായിരിക്കും കോൺഗ്രസിന്റെ ഈ പ്രതിഷേധം എന്നുകൂടി അറിയുന്നു. അപ്പോൾ ആ രീതിയിൽ പിന്തുണ അവർക്ക് ഏറുന്നുണ്ട്. പക്ഷേ സർക്കാർ ഒരു ചർച്ചയ്ക്കും അവരെ വിളിക്കുന്നില്ല എന്നതാണ് നമ്മളെ, അല്ലെങ്കിൽ അവരെയും നമ്മളെയൊക്കെ തന്നെ വിഷമിപ്പിക്കുന്ന കാര്യം. ഇനി അസമിൽ നിന്നൊരു ഭൂചലനത്തിന്റെ വാർത്ത വിനീത VG അറിയിക്കുന്നുണ്ട്. നമുക്ക് വിനീതയോട് ചോദിക്കാം. വിനീത, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇതുപോലെ ഭൂചലനം കഴിഞ്ഞ 2 ദിവസം മുമ്പും പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിപ്പം റിക്ടർ സ്കെയിലിൽ 5 തീവ്രതയാണ് രേഖപ്പെടുത്തിയത് മനസ്സിലാക്കുന്നു. അപ്പോൾ മോഡറേറ്റ് വിഭാഗത്തിൽ വരുന്ന ഒരു ഭൂചലനമാണ്. കൂടുതലാണെന്ന് തോന്നുന്നു, ചെറിയ അളവിൽ. അതെ, അപ്പോൾ എന്താണ് കൂടുതൽ വിവരങ്ങൾ? ആളപായമൊന്നുമില്ലല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ റിക്ടർ സ്കെയിലിൽ തീവ്രത 5 ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൊതുവെ ഈ തീവ്രത 4-ന് മുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്കത് ശക്തമായ ഭൂചലനം എന്ന രീതിയിൽ തന്നെ വിലയിരുത്താവുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ അസമിൽ ശക്തമായ ഭൂചലനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെയാണ് ഈ ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. 2:25-ന് മൊറീഗാവ് എന്ന് പറയുന്ന ജില്ലയിലാണ് ഈ ഭൂചലനം അനുഭവപ്പെട്ടിരിക്കുന്നത്. നിലവിൽ ഇതിന്റെ പ്രഭവ കേന്ദ്രമോ അല്ലെങ്കിൽ ഇത് എത്ര കിലോമീറ്റർ ദൂരപരിധിയാണെന്നോ ഉള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്കിനി സീസ്മോളജിയിൽ നിന്നൊക്കെ തന്നെ സംബന്ധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. നിലവിൽ ആളപായമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അങ്ങനെ നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ശക്തമായിട്ടൊരു ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, പുലർച്ചെ 2-2:30 എന്നൊക്കെ പറയുമ്പോൾ ആളുകളൊക്കെ തന്നെ ഉറങ്ങുന്ന സമയമാണ്. ആളുകൾക്കിടയിലൊക്കെ തന്നെ അത് വലിയ പരിഭ്രാന്തി ഉണ്ടാക്കി, അവർക്ക് വലിയ ഭയം ഉണ്ടാക്കിയതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷെ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് റിപ്പോർട്ടുകൾ, ഈ ആളപായമോ നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ ഇനിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ശരി, വിനീത VG ആണ് ഡൽഹിയിൽ നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ആളപായമില്ല എന്നൊക്കെയുള്ളത് ആശ്വാസ വാർത്തയാവുന്നുണ്ട്.
ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ മതവിദ്വേഷ പരാമർശത്തിൽ BJP നേതാവ് PC ജോർജിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഇരാറ്റുപേട്ട മാജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. PC ജോർജ് റിമാൻഡിലായതിന് പിന്നാലെ ലഭിച്ച ജാമ്യാപേക്ഷയിൽ പോലീസിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷ ശക്തമായി എതിർത്തേക്കും എന്നറിയാൻ കഴിയുന്നു. കീഴടങ്ങിയതിന് പിന്നാലെ നൽകിയ ജാമ്യാപേക്ഷ കോടതി നേരത്തെ തള്ളിയിരുന്നു. നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷയും ഹൈക്കോടതി തള്ളിയതാണ് എന്നോർക്കുക. അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജ് ICUവിൽ കഴിയുന്ന PC ജോർജിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത കൂടി വരുന്നു.